ഈ 79-ൽ മൊറാർജി ഗവൺമെൻറ് വീണതാണല്ലോ. വീണതിന് ശേഷം പിന്നീട് 80-ൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് BJPയുടെ കൂടെയാണ് കോൺഗ്രസ്. BJP അന്നാണല്ലോ 80-ലാണല്ലോ ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി എന്നുള്ള ലേബലിൽ നിന്നുകൊണ്ട് ഇപ്പോൾ മുൻ KPCC പ്രസിഡൻ്റാണല്ലോ K. സുധാകരൻ. അദ്ദേഹം നേരത്തെ പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പോയി കാവൽ നിന്നൊരു ചരിത്രമൊക്കെ. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ടേസ്റ്റിൽ നിന്നാണെന്നേ. അതൊരു പിന്നെ ഈ ചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് വന്ന് ചേരുന്നത്. അത് ഒരു ഘട്ടത്തിലല്ല NBC. കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പിന്നെ RSSുമായിട്ട് കൂട്ടുചേരുന്നത്, BJP ആയിട്ട് കൂട്ടുചേരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ BJP ആയതിന് ശേഷം 91-ലും ഇതുപോലെ പാർലമെൻറ്റും നിയമസഭയും ഒരുമിച്ച് വരികയാണ്. പിന്നെ അന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ രത്നസിംഗിൻ്റെയും ഡോക്ടർ മാധവൻകുട്ടിയുടെയും പ്രശ്നം വരുന്ന കോലിബി സഖ്യമൊക്കെ വരുന്നത്. അത് എത്ര പച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബയോഗ്രഫിയിൽ അത് എഴുതുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുകയല്ലേ, ഇതൊക്കെ ചരിത്രമായിട്ട് നിലനിൽക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നീരജ ചൗധരിയുടെ പുസ്തകം മുഖ്യമന്ത്രി ഉദ്ധരിച്ചല്ലോ എന്തൊക്കെയാണ് നടന്നത്. 80-ലെ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരാനായിട്ട് എത്രത്തോളമാണ് ജനതാ പാർട്ടിയിലുണ്ടാകുന്ന ജനസംഘവും പിന്നീട് BJP ആയവരൊക്കെ ചേർന്ന് സഹായിച്ചതിൻ്റെ മുഴുവൻ വഴികളും പേജ് ഉൾപ്പെടെയാണല്ലോ മുഖ്യമന്ത്രി അതിൽ പറഞ്ഞത്. ഈ ചരിത്രമൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നിഷേധിക്കുന്നത്? നിഷേധിക്കാം, പക്ഷേ അതിന് ഉത്തരവാദിത്തോടെ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു തന്നെ നിഷേധിക്കൂ ശ്രീ സേനാപതി വേണു. അല്ലാതെ ബ്ലൈൻഡായിട്ട് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധമാവില്ല. ചരിത്രത്തിനെ അങ്ങനെ നിഷേധിക്കരുത്, ചരിത്രത്തെ ചരിത്രമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥവും നിൽക്കുന്ന അവിടെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേവലമായ ഈ നുണകൾ ഇങ്ങനെ പറഞ്ഞ് വരുന്നത് മാത്രമല്ല NBCയുടെ പ്രശ്നം. തുടക്കം മുതൽ നോക്കൂ, നിലമ്പൂരിലെ കാര്യത്തിൽ ഏത് കാര്യത്തിലും ഈ കോൺഗ്രസ്സിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിഷയദാരിദ്ര്യം കൊണ്ട് കയറി ഓരോ വിഷയത്തിൽ പിടിക്കും, അവസാനം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. ഇളിഭ്യതയോടെ പിൻവാങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷ നേതാവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞത്? എന്താ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞില്ല? എന്താ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനമാണ്. അക്കാര്യത്തിൽ പിന്നെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് എന്ന് തന്നെയാണോ? പിന്നെ അർത്ഥശങ്കയ്ക്കിടയുണ്ടോ? പിന്നെ എന്തെങ്കിലും സംശയം അവശേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ജൂൺ 5-ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ നിലപാട്? കൃത്യമല്ലേ? അതിനേക്കാളും കൃത്യതയോടുകൂടി എന്താണ് പറയേണ്ടത്? എന്നിട്ട് മുഖ്യമന്ത്രി പിന്നെ നിലപാട് പറയുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഥ? എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു ന്യായമുണ്ടോ പ്രിയപ്പെട്ട സേനാപതി വേണു?